എൻ്റെ പേര് അനന്തലക്ഷ്മി ഷായി. ഞാൻ ഇപ്പോൾ M.Com സ്റ്റുഡൻ്റാണ്, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു. ഇപ്പോൾ രാംപ്രിയയിൽ കണ്ടക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛൻ സ്വന്തം വണ്ടിയാണ്. ഞാൻ എൻ്റെ ഫ്രീ സമയത്താണ് ഇവിടേക്ക് വരാറുള്ളത്, ക്ലാസ്സില്ലാത്തപ്പോൾ. പിന്നെ ഇവിടെ ചേട്ടന്മാർക്ക് ലീവാണെന്ന് പറയുമ്പോൾ കയറാറുണ്ട്. ഇപ്പോൾ കയറ്റം കുറച്ച് കുറവാണ്. ഇപ്പോൾ ഈ അടുത്താണ് ക്ലാസ് തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ ഇവിടെ തന്നെ സ്ഥിരമായിരുന്നു. ഇപ്പോൾ ശനി ഞായർ എന്തായാലും ഉണ്ടാവും. പിന്നെ ക്ലാസ്സില്ലാത്ത ദിവസവും അതിപ്പോൾ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ചെറുപ്പം തൊട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കറങ്ങാനൊക്കെ അങ്ങനെ ഇറങ്ങാറുണ്ട്. കറങ്ങണതിൻ്റെ ഭാഗമായിട്ട് കയറിയതാണ്. അപ്പോഴാണ് ഗ്യാപ്പ് ഡ്യൂട്ടിയിൽ കയറിയത്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ ബാഗ് പിടിച്ചൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ സെറ്റായി. അങ്ങനെ ഇവിടെ വണ്ടിയിൽ ഡ്യൂട്ടിയൊക്കെ ഒറ്റയ്ക്ക് എടുത്തു തുടങ്ങി. ആദ്യം മുടക്ക് ദിവസം എടുക്കുള്ളൂ, കുട്ടികൾ കയറുന്ന ദിവസം എടുക്കൂലായിരുന്നു. അത് കുറച്ച് റിസ്ക്കാണ്. കണ്ടമാനം കുട്ടികൾ കയറാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം മുടക്ക് ദിവസം എടുത്തപ്പോൾ അത് ക്ലാസ് ഉണ്ടായപ്പോൾ പെട്ടെന്ന് ക്ലാസ് വിടുകയും എല്ലാവരും കൂടി കയറിയപ്പോൾ അത് ഞാൻ മാനേജ് ചെയ്തത് എടുക്കണുണ്ടാവും. പിന്നെ ക്ലാസ്സുള്ള ദിവസവും എനിക്ക് ഡ്യൂട്ടി തരാൻ തുടങ്ങി. അതൊക്കെ സെറ്റായിട്ടുണ്ട്, നിന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ ഡ്യൂട്ടി എടുക്കാൻ തുടങ്ങി എല്ലാ ദിവസവും. എളുപ്പമുള്ള ജോലിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓട്ടവും ചാട്ടത്തിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഡ്യൂട്ടിയാണ്. ഈ ആണി തൂങ്ങി നടക്കുന്നവർക്കൊന്നും ഇതിൽ വന്നിട്ടേ കാര്യമില്ല, ഓടിയെത്തൂല. അങ്ങനെ കണക്ക് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള മാത്സ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നെ കണക്ക് ആദ്യം എനിക്ക് പേടിയായിരുന്നു, പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ ഓക്കെയാണ്, എല്ലാവർക്കും പറ്റും. പിന്നെ അതാണല്ലോ ഇവിടേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ലല്ലോ. എനിക്ക് ഡ്യൂട്ടി സത്യം പറഞ്ഞാൽ ജോലിന്ന് വന്നല്ല, വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി കയറുന്നത്. അപ്പൊ ആ വണ്ടിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അത് പഠിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടക്ടർ ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ട്. ഡ്രൈവിങ്ങില് ആഗ്രഹമുണ്ട്, ഞാൻ ട്രൈ ചെയ്യണ്ട. അച്ഛൻ ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കൊല്ലത്തിനുള്ളിൽ അത് സെറ്റാക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഇനി നോക്കാൻ പോകണം. ഇപ്പൊ കണ്ടക്ടർ 2 ഡ്യൂട്ടി ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞ്, ഇനി 3ാമത്തെ ഡ്രൈവിംഗ് ഡ്യൂട്ടിയും കൂടിയാണ്. അതും കൂടി ആയാൽ എല്ലാ പണിയും പഠിച്ചു. തുടക്കത്തില് പറഞ്ഞ് വേണ്ടാട്ടോ, ഇത് നമുക്ക് പറ്റിയ പണിയൊന്നല്ല, നീ വേണമെങ്കിൽ ഒഴിവ് ദിവസം നോക്കോ, അല്ലാണ്ട് ക്ലാസ് ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് പോകണ്ടെന്നൊക്കെ പറയായിരുന്നു. ഒരു കൂട്ടുകാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആള് ഇപ്പൊ ആരെക്കണ്ടൊരു അറിയില്ലേ ഫേമസ് ആയിട്ട് നടക്കുന്ന ആളുകളെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കാര്യമായിരുന്നു. പണ്ട് സമ്മതിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ അമ്മയും ഇപ്പൊ ആദ്യമൊന്നും സമ്മതിച്ചിരുന്നില്ല. പിന്നെ എല്ലാവരും ഒന്ന് ഓക്കെ അത് അംഗീകരിച്ചപ്പോ എല്ലാവർക്കും ഇപ്പൊ സന്തോഷമുണ്ട്. ഒരു ഡിമാൻഡ് പറഞ്ഞത് പഠിപ്പിടാൻ പാടില്ല, അത് നോക്കിയിട്ട് ഇത് നോക്കിക്കോ, ഇത് സൈഡിക്കോടെ നോക്കിക്കോളാൻ പറഞ്ഞു, പഠിക്കാൻ പറഞ്ഞു. കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെയാണല്ലോ പോണത്. അങ്ങനെയാണ് ഞാനിപ്പോ 2ാമത് പഠിക്കാൻ ചേർന്നത്. ഇപ്പൊ ഞാൻ പ്രിപ്പയർ AKM മാനേജ്മെന്റിലാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. CMA M.Com ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അവിടുത്തെ അറിയാം, എന്നെ കണ്ടപ്പോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ പഠിക്കാവുന്നല്ലോ ചോദിച്ചേ. ഞാൻ പഠിക്കാൻ തോന്നിട്ടില്ല എന്ന് പറയും. പിന്നെ ഒരു ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയ പറ്റിയ എന്റെ റീല് കണ്ട് ഇത് കുറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ഞാൻ ക്ലാസ്സിൽ കയറിയ ദിവസം എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞ്, ആദ്യം കണ്ടപ്പോ എന്നെ ഭയങ്കരമായിട്ട് നോക്കണം. അപ്പൊ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് താനാണോ കണ്ടക്ടർ എന്ന് ചോദിച്ചപ്പോ അതെ, ഇത് ഒരാൾ കണ്ടവിടെ തുള്ളിച്ചാള പോലെ കണ്ടിട്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര ആശ്ചര്യമായിട്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ പണ്ട് M.Com പഠിക്കുമ്പോ രാംപ്രിയയിലും പോയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ താനവിടെ കയറിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ ഞാൻ എപ്പോഴും എത്തിച്ചു നോക്കുമായിരുന്നു ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്നൊന്നും എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മുമ്പിൽ വന്നിക്കരുത്. അന്ന് ഞാൻ കൊറേ നോക്കിയാലും ഇന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അച്ഛനമ്മയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ പോയിരുന്ന വണ്ടിയിലത്തെ കുട്ടി ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരൊക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇപ്പൊ എന്റെ കൂടെ ഇരുന്ന് പഠിക്കേണ്ട ആള് എന്ന് ഞാൻ കാണാൻ കൊതിച്ചത് ഇപ്പൊ എന്റെ അടുത്തൊരു ഇടുന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ ആളുകളുടെ റെസ്റ്റോറന്റ് അങ്ങനെ പോകുന്നു.
എല്ലാ ദിവസവും ക്ലാസ് പോകും. എല്ലാ ദിവസവും ശനിയാഴ്ച ഉണ്ടാവൂല, ഞായറാഴ്ച ഉണ്ടാവൂല. യാത്ര മാത്രം വണ്ടിയിൽ വരും. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം ആദ്യത്തെയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇത്ര പ്ലാനൊക്കെ വെച്ചപ്പോൾ ഞാൻ രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വണ്ടി ഇറക്കി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി ഒന്ന് മുന്നിലേക്ക് വരാൻ പറ്റുമായിരുന്നു. അപ്പം അത് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ സിവിൽ സ്കോറിന് ഇഷ്യൂ കാരണം പറ്റൂല, വണ്ടി ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അവസാനം വരെ എത്തിയിട്ട് പിന്നെ ഇത് പറഞ്ഞിട്ട് അത് ഒഴിയേണ്ടി വന്നു. അപ്പം ആ ഒരു വിഷമം പറഞ്ഞപ്പോൾ ഞാൻ പറയാ വിളിച്ച് ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ വരാൻ പറഞ്ഞു. എന്നിട്ട് അവരെന്താ പറയണേ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ വെച്ചിട്ടാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് നോക്കിയിട്ട് വേണം എന്താവും അറിയാം. കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലക്ഷ്മിയുടെ അച്ഛനാണ്. അവളിങ്ങനെ കണ്ടക്ടർ ആയിട്ട് താല്പര്യം പ്രകടിപ്പിച്ച് വന്നപ്പോൾ അതിനെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ആളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ആളുടെ അതിനോടുള്ള മനോഭാവവും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ നമുക്ക് അവളത് പഠിപ്പിച്ചെടുക്കാനായിട്ട് വലിയ താല്പര്യം തോന്നി. അതുപോലെ തന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുകയും ചെയ്തു. അതോടൊപ്പം 2 വശങ്ങളുണ്ടായിരുന്നു. ഇതിനാണ് ഈ പെൺകുട്ടീനെ വണ്ടി കൊണ്ടുപോയി ഈ കണ്ടക്ടറൊക്കെ ആക്കണം. അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ, അവൾ പഠിക്കട്ടെ എന്ന് പഠിച്ച് വേറെ വല്ല ജോലി നോക്കട്ടെ എന്ന് ഒരു വിഭാഗം പറഞ്ഞു. ഒരു വിഭാഗം പറയണ ആ ഒരു ജോലി പഠിച്ചിരിക്കണം നല്ലതാണ് എപ്പോഴും എന്ന് പറഞ്ഞത്. അപ്പോൾ 2 പറയേണ്ട ആള്. ചിലവർ കട്ടായിട്ട് പറയുന്നുണ്ട് കേട്ടാ, ഇതിൽ നിർത്താൻ പറ്റില്ല, പെൺകുട്ടി അവൾ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അവളെ വേറെ അവളുടേതായ ഇതിലേക്ക് പഠിപ്പിച്ച് വിടാൻ നോക്കും. സത്യത്തിൽ ഞാനിത് ഇതിൽ പണിക്കാരിയാക്കാനായിട്ടല്ല, ഇതിൻ്റെ എല്ലാ വശങ്ങളും റിസർവേഷൻ നാളെ അവൾ നടത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവൾക്ക് അറിയണം എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ഇതിന് ചിലവുകൾ വരുന്നുണ്ട്, എത്ര വരുമാനമുണ്ട്, എങ്ങനെയൊക്കെയാണ് പണിക്കാരുടെ ശമ്പളം എങ്ങനെയാണ്, ഇതൊക്കെ അവൾ അറിഞ്ഞിരിക്കണം. പിന്നെ അവളുടേതായ കാര്യങ്ങൾക്കുള്ള പോക്കറ്റ് മണി അവൾ തന്നെ ഇതിൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നു വെച്ചാൽ വൈകുന്നേരം വരെ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ തിരക്കില്ലാത്തൊരു ശമ്പളം കിട്ടണതാണ്. ആളുകളിങ്ങനെ അന്തം വിട്ട പോലെ നോക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ അവളോട് വിവരങ്ങൾ ചോദിക്കൽ, ഇതൊക്കെ അത് ആണുങ്ങളും പെണ്ണുങ്ങളും വേർതിരിവില്ലാണ്ട്. പിന്നെ ഈ തിരക്ക് ടൈമുകളിലൊക്കെ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഇല്ലാട്ട പൈസ മേടിക്കാൻ. ഈ ആളുകൾ ഇങ്ങനെ ഒതുങ്ങി നിന്ന് കൊടുക്കും. ഇവളിങ്ങനെ പൈസ മേടിക്കാൻ വരുമ്പോൾ ഒതുങ്ങി നിന്ന് കൊടുക്കും. അല്ലാണ്ട് അവളെ ഞെക്കി ടൈറ്റാക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ മിററിൽ കൂടെ നോക്കുമ്പോൾ ആളിൽ ഒതുങ്ങി നിന്ന് വളരെയധികം നല്ല കോപ്പറേറ്റീവ് ആയിട്ട് അതുപോലെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നല്ല സമീപനമാണ്. ഇതൊരു മോശപ്പെട്ട ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2-3 കൊല്ലമായില്ലേ. ഇപ്പോൾ മോശപ്പെട്ട ഒരു രീതിയും ഒരാളുടെ ഒന്നും വന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഇപ്പം ലാസ്റ്റ് ചാലെന്ന് വെച്ചാൽ കുടിയന്മാരുടെ ചാലെടുത്തു. അതിൽ വരെ ആ കുടിയന്മാർ വരെ ഏറ്റവും വലിയ മര്യാദക്കാരായിട്ട് മാറി ഇങ്ങനെ ചോദിച്ചു വരും.